ഞാനൊരു വീട്ടമ്മയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരുടെ കുടുംബാംഗങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ലതായിട്ട് എനിക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം 2 മക്കളുണ്ട്. അവരൊക്കെ എന്നെ ഈ കൃഷിയിൽ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ജൈവ രീതിയിലുള്ള കൃഷിയാണ് ഞാൻ പിന്തുടരുന്നത്. നിങ്ങൾക്ക് ജൈവ രീതിയിൽ ഒരു ചിലവും ഇല്ലാതെ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം. കാരണം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന, അതായത് അടുക്കളയിൽ കിട്ടുന്ന പല സാധനങ്ങൾ, വേസ്റ്റായിട്ട് വരുന്ന സാധനം ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള വളങ്ങളുണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ കാണുന്ന പാഴ്ചെടികളും കൊണ്ട് നമുക്ക് നല്ല സ്ലറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന 1-2 വളങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം എന്നും കിട്ടുമല്ലോ. ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒരു ലിറ്റർ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് 50 ഗ്രാം ശർക്കര, അല്ലെങ്കിൽ ഒരു 10 ഗ്രാം ശർക്കര ആയാലും കുഴപ്പമില്ല, അതും ഇട്ടിട്ട് ഒരു നുള്ളി ഈസ്റ്റും കൂടി ഇടണം. ഇതൊരു 2-3 ദിവസം പുളിപ്പിച്ചിട്ട് നമ്മുടെ ചെടികളുടെ ചോട്ടിൽ നേർപ്പിച്ചൊഴിച്ചു കൊടുക്കണം. വളരെ നല്ലൊരു വളമാണ്. അതുപോലെ തന്നെ നമ്മൾ മീനും ഇറച്ചിയൊക്കെ വാങ്ങിക്കുമല്ലോ, അത് കഴുകിയ വെള്ളം നമ്മുടെ കറിവേപ്പിൻ്റെ ചോട്ടിലും അതുപോലെ പച്ചക്കറിയുടെ ചോട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുത്താൽ അതും നല്ലൊരു വളമാണ്. ഞാൻ വേറെ ചെയ്യുന്നത് മീനിൻ്റെ തല കുഴിച്ചിടുക. ഇതൊക്കെ നിങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അത് ഏറ്റവും നല്ല നിങ്ങളത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഉള്ളിത്തൊലി, മുട്ടത്തോട്, പച്ചക്കറിയുടെ വേസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് വളങ്ങളുണ്ടാക്കുന്നു. പിന്നെ കടലപ്പിണ്ണാക്ക്, പച്ചച്ചാണകം, വേപ്പൻ പിണ്ണാക്ക്, പച്ചിലകൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 15 ദിവസം പുളിപ്പിക്കാൻ വെച്ചിട്ട് അത് നേർപ്പിച്ച് നമ്മൾ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ പാഴ്ചെടികളൊന്നും നമ്മൾ കളയണ്ട. നമ്മൾ സിമ്പിളായിട്ടൊരു വളം ഞാൻ പറയാം. നമ്മുടെ ഗ്രോ ബാഗിലും അതുപോലെ ബിന്നിലും ഒക്കെ കാണുന്ന പാഴ്ചെടികളെല്ലാം പറിച്ചിട്ട് വെറും വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കണം. 2-3 ദിവസം കഴിയുമ്പോൾ അത് അഴുകിയിട്ട് നമുക്ക് നല്ലൊരു വളം കിട്ടും. അതൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ജൈവ വസ്തുക്കളും നമ്മൾ കളയണ്ട, അതെല്ലാം വളമാക്കി നമുക്ക് ഇതുപോലെ, ഇതേ കണ്ടോ, ഇതുപോലെ ഇഷ്ടം പോലെ കായ്കളുണ്ടാകും. അപ്പോൾ എല്ലാവരും ചോദിക്കും ഞാൻ മഴമറ വെച്ചിട്ടുണ്ടോ എന്ന്. എൻ്റെ ഓപ്പൺ ടെറസാണ്. ഈ മഴക്കാലത്തും എനിക്ക് നിറവളവായിട്ട് നമ്മൾ പച്ചക്കറി നിൽക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ശ്രദ്ധ തന്നെയാണ്. കാരണം ഈ മഴ മാറി നിൽക്കുമ്പോൾ ഓടി ഞാനിവിടെ വരും, വന്നിട്ട് ഉടനെ എന്തെങ്കിലും ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധയോടുകൂടിയാണ് ഞാൻ എൻ്റെ പച്ചക്കറികളെ നോക്കുന്നത്. അപ്പം മഴക്കാലം ആയാലും ഒന്നും കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പണ്ട് കാലത്തൊക്കെ മഴക്കാലത്തും നമ്മുടെ പൂർവികർ നന്നായിട്ട് കൃഷി ചെയ്തിരുന്നു. അതെങ്ങനെയായിരുന്നു? അപ്പോൾ ഇന്നത്തെ കാലത്ത് മഴ ഒരു പ്രശ്നമാണെന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല. ഏത് സമയത്തും നമുക്ക് പച്ചക്കറി നടാം. അപ്പോൾ ഈ മഴക്കാലത്ത് നടാൻ പറ്റാത്ത പച്ചക്കറികൾ എന്ന് വെച്ചാൽ ചീര, അതുപോലെ തന്നെ തക്കാളി, അത് മഴക്കാലത്ത് നമുക്ക് സക്സസ് ആകത്തില്ല. ഇതുപോലുള്ള പച്ചക്കറികൾ ഏത് കാലത്തും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കൃഷിത്തോട്ടത്തിൽ ഒരു 2 മണിക്കൂറെങ്കിലും ചിലവിടണം, രാവിലെയും അതുപോലെ വൈകിട്ടും. എന്നും നമ്മുടെ ചെടികളെ നമ്മൾ നോക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കീടശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി അതിനുള്ള റെമഡി ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എത്ര നാളായെന്നറിയാം പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട്. ഉള്ളി, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ മാത്രമേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ടെറസിൽ പലതരം ചീരകൾ, പലതരം വഴുതന, പലതരം വെണ്ട, മുളകുകൾ, ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം നമ്മളുണ്ടല്ലോ ഒരു സമയം വേസ്റ്റ് ആക്കല്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഒരു 10 ഇനമെങ്കിലും, മാക്സിമം ഞാൻ പറയും 10 ഇനമെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. കാരണം നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ഒരിക്കലും ആശ്രയിക്കരുത്. ഇപ്പോഴും പച്ചക്കറി വണ്ടികൾ നമ്മുടെ നിരത്തിലൊക്കെ വന്ന് തമ്പടിക്കുന്നത് കാണാം. അതൊന്നും നമ്മൾ അനുവദിച്ച് കൊടുക്കല് എന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഒരു 2 മണിക്കൂർ നമ്മുടെ ടെറസിലോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ ചിലവിട്ടാൽ മാത്രം മതി. പണ്ടുള്ള കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സംസ്കാരം നമ്മൾ പിന്നെയും തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്കെല്ലാം ഒരു പേടി കാണും, ടെറസിൽ കൃഷി ചെയ്താൽ നമ്മുടെ വീടിന് കുഴപ്പമുണ്ടാവുമെന്ന്. അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടെറസ് ക്ലീൻ ആക്കിയിട്ട് വൈറ്റ് സിമെൻറ്റ്, പിന്നെ ലീക്ക് വരാതിരിക്കാനുള്ള 2-3 സാധനങ്ങൾ നമ്മുടെ ഈ പെയിൻറ്റ് കടയിൽ കിട്ടും. ഞാൻ ചേർത്തത് ഡോക്ടർ ഫിക്സിറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അപ്പോൾ അതും ഈ വൈറ്റ് സിമെൻറ്റും കൂടി ചേർത്ത് 2 കോട്ട് നല്ല കട്ടിയിലങ്ങ് അടിച്ചു. അത് ഉണങ്ങിയതിന് ശേഷം പ്ലാസ്റ്റിക് എമൽഷനും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കണ്ട. അങ്ങനെ നമുക്ക് കൃഷി തുടങ്ങാം. അതിന് ശേഷം നമ്മൾ ചിരട്ടയുടെ പുറത്തോ അല്ലെങ്കിൽ സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചോ അല്ലെങ്കിൽ ഇഷ്ടികയുടെ പുറത്തോ നമുക്ക് ഈ ഗ്രോ ബാഗും അതുപോലെ തന്നെ ബിന്നുകളും ഒക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു 30 വർഷത്തോളമായിട്ട് ടെറസ് കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വീടിന് യാതൊരുവിധ കോട്ടങ്ങളും ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കത് പിന്നെ ഉത്സാഹമാണ് നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്, നമ്മുടെ അധികം മണ്ണ് ഉപയോഗിക്കേണ്ട. നമ്മളിപ്പോൾ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിൽ 1/4 ഭാഗം മാത്രം മണ്ണ് ഉപയോഗിച്ചാൽ മതി. ഞാൻ കൂടുതലും ബിന്നുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 1/4 ഭാഗം മാത്രമേ മണ്ണ് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ജൈവ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അതായത് കരിയില, അതുപോലെ തന്നെ പച്ചില, പിന്നെ മറ്റുള്ള എന്ത് ജൈവ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ടെറസിലെ മുളകുകളൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ടോ? ടെറസിൽ 4 ഇനം മുളകുകൾ ഞാൻ നട്ടു വളർത്തിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല രുചിയുള്ള മുളകുകളാണ്. ഇതൊരു വയലറ്റ് മുളകാണ്, കണ്ടോ? അപ്പോൾ ഈ വയലറ്റ് മുളകുകളെല്ലാം ഇപ്പോൾ പഴുത്ത് നിൽക്കുന്നു. ഇതെല്ലാം വിത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ വേറൊരു മുളക് കണ്ടോ, കയാൻ എന്ന മുളകാണ് ഇത്, കണ്ടോ? ഇത് കൊല കുത്തി ഉണ്ടാവും. ഒന്ന് നോക്കിക്കേ, എന്തൊരു ഭംഗിയാണ് അത് നിൽക്കുന്നത് കാണാൻ.
കയാൻ മുളക്. അപ്പോൾ ഇതുപോലെ ഇവിടെ എല്ലാം മുളകാണ് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പം നമുക്കൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുളകിന് മുരടിപ്പ് കുരുടിപ്പൊക്കെ വരുന്നതാണ്. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്കും ഇതുപോലെ നിറവിളവോടുകൂടി മുളക് നടാൻ പറ്റും. അത് ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നല്ല വിത്ത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നല്ല വിത്തുകളാണ്. ഈ പഴുത്ത മുളക് നമ്മൾ പറിച്ചിട്ടുണ്ടല്ലോ, ഇതുപോലെ തന്നെ അങ്ങ് പാകിയാൽ മതി. അപ്പോൾ ഈ പഴുത്ത മുളക് ഒന്ന് നടുവേ കീറിയിട്ട് വെറുതെ മണ്ണിലൊക്കെ അങ്ങ് ഇട്ടാൽ മതി. ഇതെല്ലാം മുളച്ചോളും, ഉണക്കണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ നല്ല വെയിൽ വേണ്ട മുളകിന്, തണലത്തായാലും മുളക് നന്നായിട്ടുണ്ടാകും. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പന്തലിന് കീഴേ മുളക് കൃഷി ചെയ്യുന്നു. അപ്പോൾ ടെറസിലാകുമ്പോൾ ഒത്തിരി വെയിലാണ് കിട്ടുന്നത്, എക്സ്ട്രാ വെയിലാണ് കിട്ടുന്നത്. അതൊക്കെ നമ്മുടെ മറ്റ് പച്ചക്കറികൾക്ക് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് പന്തലിന് കീഴേ നിങ്ങൾ മുളക് നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കൊല കുത്തി മുളകുകളുണ്ടാവും. ഇതൊക്കെ ഞാനുണ്ടല്ലോ കണ്ട് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യും. എന്ത് രസം ഇത്, കണ്ടാലും നമുക്ക് മതിയാവത്തില്ല. അപ്പം മുളക് വിത്തുകൾ നമ്മൾ നടുന്നതിന് മുമ്പേ 1/2 മണിക്കൂർ നേരം സൂഡോമോണാസ് ലയനിലൊന്ന് മുക്കി വെച്ചിട്ട് നടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ തൈകൾ ഉണ്ടാക്കിയിട്ട് വേര് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം തൈകൾ മാറ്റി നടുവല്ലോ, അപ്പോഴും വേര് 1/2 മണിക്കൂർ നേരം സൂഡോമോണാസ് ലയനിലൊന്ന് മുക്കി വെക്കണം. അതിനുശേഷം നമ്മളിത് നട്ട് മണ്ണിൽ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഒരു 20 ഗ്രാം സൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വേറെ ഒത്തിരി നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന വളങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് തുമ്പച്ചെടി നമ്മുടെ മുളക് കൃഷിക്ക് ഏറ്റവും നല്ലതാണ്. അത് എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്നൊരു ട്രിക്കാണ്. അപ്പോൾ ഈ തുമ്പച്ചെടി എന്ത് ചെയ്യണമെന്നറിയാവോ? അരിഞ്ഞിട്ട് പച്ച ചാണകത്തിൻ്റെ കൂടെ കലർത്തിയോ, അല്ലെങ്കിൽ പച്ച ചാണകം ഇല്ലെങ്കിൽ ചാണകപ്പൊടിയോടെ കൂടെ കലർത്തിയോ നമ്മൾ മുളകിന് തടവെടുത്തിട്ട് അതിൻ്റെ ചോട്ടിലിട്ടിട്ട് മണ്ണിട്ട് മൂടണം. നല്ല വിളവ് കിട്ടും, കുരുടിപ്പും ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ചിലപ്പം ഈ തുമ്പച്ചെടി കിട്ടിയില്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു 10 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പക്ഷേ എനിക്കിതൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു പന്തലിൻ്റെ ഗുണമാണെന്ന്. കാരണം അതിന് ഈ മുളക് ചെടി തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഞാനിത് വിത്തിന് വേണ്ടി അല്ലാതെയും മുളക് പൊടിപ്പിക്കാനും എടുക്കും. അപ്പോൾ ഈ മുളക് ഇത്രയൊക്കെ എനിക്ക് വീട്ടിലേക്ക് ആവശ്യത്തിൽ കവിഞ്ഞ, അപ്പോൾ നമുക്ക് മുളക് പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ജൈവ രീതിയിൽ നമുക്ക് പൊടിപ്പിച്ചെടുക്കുകയും ചെയ്യാം. വയലറ്റ് മുളക്, ഇതിങ്ങനെ മേപ്പോട്ടാണ് നിൽക്കുന്നത്, മുകളിലേക്ക് നോക്കി നിൽക്കും, കണ്ടോ? അതുകൂടാതെ നമുക്ക് വേറൊരു തലമുണ്ട്, പച്ചയും വയലറ്റും കൂടെ ചേർന്ന മുളക്. ഇതാദ്യം ഉണ്ടാവുമ്പം പച്ചയും വയലറ്റും കൂടെ ചേർന്ന മുളകായിരിക്കും. പിന്നെ അതിങ്ങനെ പഴുക്കുമ്പം ചുമപ്പ് നിറമാവും. അങ്ങനെ ഇതിൻ്റെ ഇത് കണ്ടോ, വെള്ളക്കാന്താരി ഉണ്ടായി നിൽക്കുന്നുണ്ടോ, നിറയെ ഉണ്ടാവും. ഭാസ്കര എന്നൊരു ഇനമായത്, ഭാസ്കര. അപ്പം നമുക്ക് പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പം ചമ്മന്തി ഉണ്ടാക്കണമെങ്കിലൊക്കെ നമുക്ക് ഓടി വന്നങ്ങോട്ട് ഈ മുളകൊക്കെ ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. കീടശല്യം ഒന്നുമില്ല, അതെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഇത് ട്രൈ ചെയ്യാം. ഈ മുളക് കണ്ടോ, ഇത് കടും വയലറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം വയലറ്റാണ്, നിറച്ച് ഉണ്ടായി നിൽക്കുന്നു, കണ്ടോ? ഇതാണ് എൻ്റെ വളം. അപ്പം നമുക്ക് കഞ്ഞിവെള്ളമൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന എന്ത് ജൈവ വസ്തുക്കളും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. ഞാൻ വെളിയിൽ നിന്നൊന്നും വാങ്ങിക്കത്തില്ല. നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ, വേസ്റ്റായിട്ട് വരുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ കിട്ടുന്ന പാഴ് ചെടികൾ, ഇതൊക്കെ ഞാൻ വളമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളച്ചിലവില്ല, പക്ഷേ നമുക്ക് നിറവിളവോടുകൂടി നമ്മുടെ പച്ചക്കറി നിൽക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. നമുക്കുണ്ടല്ലോ ഇതിങ്ങനെ പഴുത്ത് നിൽക്കുന്ന കാണുമ്പോൾ കടിച്ച് തിന്നാൻ തോന്നും, അല്ലേ? സ്ട്രോബെറി നിൽക്കുന്ന പോലെ അതിൻ്റെ ഒരു ഷേപ്പാണ് ഇത്. അപ്പോൾ അത്രയ്ക്കൊരു ഭംഗി, നമുക്കിതിൻ്റെ ഭംഗിയും കൂടെ ആസ്വദിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പം നമ്മളൊരു മുളക് ചെടി നടുമ്പം ഒരു ഡ്രമ്മിൽ, സാമാന്യം വലിയ പാത്രത്തിൽ നടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കണ്ടോ, ഞാൻ നട്ടിരിക്കുന്നത് കണ്ടോ, ഒരു വലിയ ഡ്രമ്മാണ്. ഈ ഡ്രമ്മിൽ 2 തയ്യേ നട്ടിട്ടുള്ളൂ. ഈ മുളക് ചെടി നമുക്കൊരു 2-3 വർഷം വിളവ് തരും. അതേസമയം നമ്മളൊരു ഗ്രോ ബാഗിനകത്ത് നടുവാണെങ്കിൽ ഇത് ഇത്രയും പടരത്തില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വലിയ പാത്രം ഉപയോഗിക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഈ കാന്താരി അതുപോലെ തന്നെ വലിയ ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത്. ഞാൻ കൂടുതലും എൻ്റെ ടെറസിൽ ഡ്രമ്മാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ചെടികൾക്ക് നമ്മൾ എല്ലാ പരിരക്ഷയും കൊടുക്കണം. അതിന് ഇഷ്ടം പോലെ വളരാനും ഇഷ്ടം പോലെ അതിന് വളങ്ങളൊക്കെ വലിച്ചെടുക്കാനും ഉള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ അവർ നമുക്ക് ഇതുപോലെ നല്ല വിളവ് തരും. അപ്പം നമ്മളുണ്ടല്ലോ ഈ മുളക് ഉണക്കി പൊടിക്കും. അപ്പോൾ ഈ പൊടിപ്പിക്കുമ്പോൾ നമ്മളിതിൻ്റെ തണ്ട് കളയേണ്ട ആവശ്യമില്ല. ഈ തണ്ടോടുകൂടി നമുക്ക് പൊടിപ്പിക്കാം. എരിവും കുറയും, അതുപോലെ തന്നെ നല്ല കൊഴുപ്പും കിട്ടും. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളിതുപോലെ കൃഷി ചെയ്യുമ്പം ഈ വിളവെടുക്കുന്നത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. കണ്ടോ, ഈ നമ്മുടെ കൈകൾ കൊണ്ടുണ്ടാക്കി ഈ മുളകുകളൊക്കെ വിളവെടുത്ത് നമ്മളത് ഉണക്കി പൊടിച്ച് നമ്മുടെ കറികൾക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല.
പിന്നെ നമുക്ക് നമ്മുടെ കറികൾക്കൊക്കെ രുചിയുള്ള കറികൾ നമുക്ക് കഴിക്കാം. ഇതെല്ലാം അതിൻ്റെ ഒരു മെച്ചമാണ്. സ്കൂളുകളിൽ നിന്ന് നമ്മുടെ ഓർഗാനിക് കൃഷി പഠിക്കാനായിട്ട് എൻ്റെ ടെറസ് സന്ദർശിക്കാനായിട്ട് എല്ലാ വർഷവും സ്കൂളുകളിൽ നിന്ന് വരും പിള്ളേർ. അപ്പോൾ നമുക്കത് പറഞ്ഞ് അവർക്ക് കൊടുക്കുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അവർക്കും അത് വലിയ താല്പര്യമാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ വേണം ഈ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ. കാരണം അവർക്കൊക്കെ പെട്ടെന്ന് ഈ ജങ്ക് ഫുഡ്സ് തിന്നാനാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ അതല്ല, നമ്മുടെ ഈ പൊന്നാങ്കണ്ണി ചീര, നമ്മുടെ പൊന്നാരി വീരൻ, തകര, ഇതൊക്കെ അവരെ നമ്മൾ കഴിപ്പിക്കാൻ നിർബന്ധിക്കണം. അപ്പം ഞാനൊരു വീട്ടമ്മയാണ്. അപ്പോൾ ഈ വീട്ടമ്മയായിട്ടുള്ള ഞാൻ വീട്ടിലിരുന്നിട്ട് മറ്റുള്ളവർക്ക് ഈ കൃഷിപ്പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ഈ പച്ചക്കറിയൊക്കെ നട്ട് വിജയിച്ചിട്ടുള്ള പടം എനിക്ക് അയച്ചു തരും. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവരെന്നോട് പറയും, ചേച്ചി കൃഷി ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്തതെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമല്ലേ, നമ്മൾ സമൂഹത്തിന് ചെയ്യുന്ന ഒരു നന്മ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമുക്കൊരു അംഗീകാരം, അവാർഡൊക്കെ കിട്ടുന്ന അതിലേറെ നമ്മളെ സന്തോഷിപ്പിക്കും. അപ്പോൾ ചങ്ങനാശ്ശേരി കൃഷിഭവനിലെ ഏറ്റവും നല്ല കർഷകയായിട്ട് ഈ വർഷം എന്നെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ ഏറ്റവും നല്ല വനിതാ കർഷക എന്നുള്ള അവാർഡും എനിക്ക് കിട്ടി. എൻ്റെ പേര് രമാദേവി. ഞാൻ ചങ്ങനാശ്ശേരി സ്വദേശിനിയാണ്, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി സ്വദേശിനി. ഞാനൊരു 30 വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെറസിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 25 വർഷമായി. ഇത് തായ്ലൻഡ് സീഡ്ലെസ് നാരകമാണ്. കണ്ടോ, ഇതിൽ കുഞ്ഞു പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ടോ? നല്ല മണമായി പൂവിന്. അപ്പോൾ ഇത് കൊലയായിട്ടാണ് ഉണ്ടാകുന്നത്. നല്ല ജ്യൂസിയായി ഈ നാരങ്ങ. ഇത് കണ്ടോ, ഇതുപോലെ വലിയൊരു ഡ്രമ്മിലാണ് ഇത് നട്ടിരിക്കുന്നത്. ഇതുപോലെ ഡ്രമ്മിൽ നട്ടാലേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. അപ്പം ഇവിടെ നാരകമൊക്കെ ഉണ്ടായി വരുന്നു, കണ്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഡ്രമ്മിൽ ചെറുനാരകം നട്ടിട്ടുണ്ട്. ഈ ചെറുനാരകം കണ്ടോ, അത് പഴുക്കാറായി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന വിളവ് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഇതാ കണ്ടോ, ഇഷ്ടം പോലെ നാരങ്ങ. അപ്പോൾ ഈ നാരകത്തിൻ്റെ ഇല നമുക്ക് ജ്യൂസ് അടിക്കാം. നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പം അതിന് നല്ല മണത്തിന് വേണ്ടി ഇടാം. അതുപോലെ തന്നെ എൻ്റെ അമ്മുമ്മ ചെയ്യുന്ന ഒരു കറി എന്ന് വെച്ചാൽ ഈ നാരകത്തിൻ്റെ ഇലയും തേങ്ങയും ഒക്കെ വറുത്ത് വെച്ച് തീയലുണ്ടാക്കുമായിരുന്നു. ഇത് കണ്ടോ, 800 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ട് 2ആയിട്ട് മുറിച്ചു. അപ്പോൾ ഇതിൽ മണ്ണ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതിൽ കൂടുതലും ജൈവ വസ്തുക്കളാണ്. ചകിരിച്ചോറ്, കരിയില പൊടിച്ചത്, പച്ചില, അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാൻ ഇത്രയാക്കിയത്. അതുപോലെ തന്നെ ചാണകപ്പൊടി ഒരു അരഭാഗത്തോളം ചാണകപ്പൊടി നമ്മളിടും. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നല്ല വിളവും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ടെറസിനൊരു കേടുമില്ല. ഇവിടെ ഞാൻ വെണ്ടയും വഴുതനയൊക്കെ ആയിരുന്നു നട്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിളവ് തീരാറായി. ഇതെല്ലാം വിത്തുകൾക്ക് വേണ്ടിയാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആനക്കൊമ്പൻ ചുമപ്പ്, ആനക്കൊമ്പൻ പച്ചയും കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അർക്ക അനാമിക, കസ്തൂരി വെണ്ട, ഈ ഇനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കസ്തൂരി വെണ്ട എന്ന് പറയുന്നത് ഒരു ഔഷധ ഗുണമുള്ള വെണ്ടയാണ്. പല അസുഖങ്ങൾക്ക് നല്ലതാണെന്ന് പഠനം തെളിയിക്കുന്നു. അപ്പോൾ ഈ വെണ്ടയുടെ പേര് മംഗലാപുരം ഊരുവെണ്ട എന്നാണ്. അപ്പോൾ ഒത്തിരി ഉണ്ടാവും, കണ്ടോ, ഓരോ ഇലയുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ കായ്കളുണ്ടാവും. മറ്റുള്ളത് അങ്ങനെയല്ലല്ലോ, ഇത് തിങ്ങി കായ്കളുണ്ടാവും. ഇത് സൂയിക എന്ന് പറയുന്ന ഒരു വഴുതന ഇനമായത്. അപ്പം ഇത് കണ്ടോ, വയലറ്റ് നിറവാണ് ഇത്. അപ്പോൾ ഇതൊക്കെ വിത്തുകൾക്ക് വേണ്ടിയാണ് ഞാനിതിങ്ങനെ പഴിപ്പിച്ചത്. അപ്പോൾ ഇത് നിറയെ ഉണ്ടാവും, വലിയ കീടശല്യമൊന്നുമില്ല, നല്ല ടേസ്റ്റുമാണ്. ഞാൻ ടെറസിൽ 8 ടൈപ്പ് വഴുതന നട്ടിട്ടുണ്ട്. 8 ടൈപ്പ്. ഇതെല്ലാം നല്ല ഇനങ്ങളും കൂടിയാണ്. ഇത് ഹരിത, ഇത് സൂര്യ, പിന്നെ അതുപോലെ തന്നെ ഇതൊരു വെള്ള വഴുതന, ഇതിന് ഞാൻ മുട്ട വഴുതന എന്ന് പേരിട്ടു. പിന്നെ മത്തങ്ങ വഴുതന, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് മത്തങ്ങ വഴുതന, മത്തങ്ങയുടെ ഷേപ്പ് ആ വഴുതനയ്ക്ക്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് വറക്കാനും അതുപോലെ തന്നെ മെഴുക്കുവരട്ടി വെക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്തും നമുക്ക് ശീതകാല പച്ചക്കറികൾ നടാം. അപ്പോൾ ഈ ടെറസിൻ്റെ ഷെയ്ഡിൽ വെച്ചിട്ട് ഞാനിത് ഇത്രയാക്കി. കണ്ടോ, ഇതെന്താണെന്നറിയാവോ? വയലറ്റ് ക്യാബേജ്. അപ്പോൾ മഴക്കാലത്ത് നമുക്കൊന്നും നടാൻ പറ്റത്തില്ല ശീതകാല പച്ചക്കറികൾ, കാരണം അതിൻ്റെ തണ്ടുകളൊക്കെ വളരെ സോഫ്റ്റാണ്, പെട്ടെന്ന് അഴുകിപ്പോവും. അപ്പോൾ ഞാനിത് സൂക്ഷിച്ച് നട്ടിരിക്കുക. അപ്പം ഇവിടെ ഒട്ടും മഴ കൊള്ളത്തില്ല, എന്നാൽ വെയിൽ കിട്ടുകയും ചെയ്യും. ഇതെല്ലാം വയലറ്റ് ക്യാബേജ് ഉണ്ട്, ബ്രൊക്കോളി ഉണ്ട്, കെയിലുണ്ട്, അങ്ങനെ എല്ലാ പച്ചക്കറികളും ഞാൻ നട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ടെറസിലെ സപ്പോർട്ട കണ്ടോ, ഇത് ക്രിക്കറ്റ് ബോൾ എന്നൊരു ഇനമാണ്. കണ്ടോ, ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. കണ്ടോ, ഇവിടെ എല്ലാം കായ്കളുണ്ട്, അവിടെ നിൽക്കുന്നതുണ്ടോ. അപ്പോൾ ഈ സപ്പോർട്ട് നട്ടിരിക്കുന്നതും വലിയൊരു ഡ്രമ്മിൽ. അപ്പോൾ ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന അത്ര വിളവ് കിട്ടത്തുള്ളൂ. എന്നിട്ട് നല്ല വളം അങ്ങോട്ട് കൊടുത്തുവെച്ചാൽ മതി. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. കണ്ണിൻ്റെ ആരോഗ്യത്തിന് സിദ്ധ ഔഷധം എന്ന് പേര് കേട്ട ചീരയത്. വളരെ രുചികരമായിട്ട് ഉള്ളൊരു പച്ചക്കറി ഇനം കൂടെ, ഇലക്കറിയായത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വിത്തുകൾ വഴിയും അതുപോലെ തന്നെ തണ്ടുകൾ മുറിച്ചും നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ തൈകളാണ് കൊടുക്കുന്നത്. അപ്പോൾ തൈകൾ ഇത് കണ്ട, ഇതൊക്കെ തൈകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വേര് പിടിപ്പിച്ച തൈയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വേര് പിടിപ്പിച്ച തൈകൾ 2 ഓപ്ഷനുണ്ട്, 3 തൈ അതുപോലെ 5 തൈ അങ്ങനെ കൊടുക്കുന്നത്. നിങ്ങൾക്കിത് വെയിലത്തോ അല്ലെങ്കിൽ തണലത്തോ വെക്കാം. നിങ്ങൾ ബാൽക്കണിയിൽ ഒക്കെ വെച്ച് വേണമെങ്കിൽ ഇത് വളർത്താം. ഇതിനെങ്ങനെ വേണമെങ്കിലും ഇത് വളരും, ഒരു കീടശല്യവും ഇല്ല. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങളിത് വീട്ടിൽ നട്ട് വളർത്തണം. കാരണം നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും കണ്ണിന് അസുഖമുള്ളവർ കാണും. ഞാൻ ഇതുവരെയും കണ്ണട ഉപയോഗിക്കുന്നതേ ഇല്ല.
അപ്പം ഞാൻ നിരന്തരം നമ്മൾ ഈ ചീരകളൊക്കെ ഉപയോഗിക്കും. ഈ ഭാഗത്ത് ഞാൻ മീൻ വിൽക്കുന്ന പെട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഇതിലൊക്കെ ഞാനിപ്പോൾ മുളക് നട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മുളക് നടുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പന്തൽ വിളയും കൂടി നടും. കണ്ടോ, ഇത് കണ്ടോ. ഇപ്പോൾ ചതുരപ്പയറാണ് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പോൾ ചതുരപ്പയറിലൊക്കെ പൂക്കളുണ്ടായി കായ്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങുന്നു. അപ്പോൾ ചതുരപ്പയർ നടേണ്ടത് ഈ സമയത്താണ്. അതുപോലെ തന്നെ ഞാൻ കുമ്പളവും ഇതിൽ കയറ്റിയിട്ടുണ്ട്, ഈ പന്തലിൽ കയറ്റിയിട്ടുണ്ട്. കണ്ടോ, കുമ്പളങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങുന്നു. നമ്മുടെ കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ അധികം പൈസയൊന്നും മുടക്കിയിട്ടില്ല. ഈ ബിൻ വാങ്ങിക്കാനുള്ള പൈസ ഒക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വളങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നു, വേസ്റ്റ് കൊണ്ട് വളങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ പാഴ്ചെടികൾ കൊണ്ട് വളം ഉണ്ടാക്കുന്നു. ഈ നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരൊക്കെ ഉപയോഗിച്ചിരുന്ന കുറേ ചെടികൾ ഞാൻ എൻ്റെ ടെറസിൽ നട്ട് വളർത്തുന്നുണ്ട്. അതിലൊന്ന് പൊന്നാരി വീരൻ. അപ്പോൾ ഈ പൊന്നാരി വീരൻ ചെടി 10 കറികളിലൊന്നാണ്. അപ്പോൾ ഈ പൊന്നാരി വീരൻ്റെ വിത്തുകളാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കിളുന്നല്ല നമുക്ക് തോരനും വെക്കാം. ഞാൻ പപ്പായ 3 എണ്ണം ഞാനിപ്പോൾ ടെറസിൽ നട്ടിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ വലിയ ബിന്നിലാണ് നട്ടിരിക്കുന്നത്. പൂവിട്ടിട്ടുണ്ട്, പിന്നെ ചെറുതിൽ ഒക്കെ കായ്കളും ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒടിച്ചൂത്തി നാരകമായി നിൽക്കുന്നത്. ഒടിച്ചൂത്തി നാരകം എന്ന് വെച്ചാൽ നമ്മളൊരു കമ്പ് മുറിച്ച് നട്ടാലും ഈ നാരകം കിളുത്തോടും. കണ്ടോ, ഇത് വലിയതാവും, നമുക്ക് അച്ചാറിടാൻ ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് കമ്പിളി നാരകം. ഇത് കമ്പിളി നാരകം. അപ്പം നല്ല വെറൈറ്റി, അത് നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ്. ഇതാണ് ആപ്പിൾ ചെറി. ഇത് നിറയെ കായ്കളുണ്ടാകും. ഒരു പുളിയും മധുരവും കൂടെ ചേർന്ന ഒരു രുചിയാണ് ഇതിനുള്ളത്. ജൈവ പച്ചക്കറി കൃഷിയിൽ കീടശല്യമാണല്ലോ നമുക്ക് മുഖ്യമായിട്ടും നേരിടാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജൈവമായിട്ടുള്ള രീതികളാണ് പിന്തുടരുന്നത്. അപ്പോൾ ഞാൻ മഞ്ഞക്കെണി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും പുതിയതായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പറയുക, ഇതുപോലൊരു മഞ്ഞ പെയിൻ്റ് അടിച്ചൊരു ഷീറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ആവണക്കെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ മതി. ആവണക്കെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. ആവണക്കെണ്ണയ്ക്ക് ഇച്ചിരി പശ കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് കീടശല്യം കുറയ്ക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനി എന്ന് പറയുന്നത് വേപ്പിൻ പിണ്ണാക്ക് വെളുത്തുള്ളി മിക്സാണ്. അപ്പോൾ തലേന്ന് ഒരു 2 പിടി വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിയിടും. അതിലേക്ക് ഒരു 2 കുടം വെളുത്തുള്ളി മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ച് ചേർത്തിടും. ഇത് പിറ്റേന്ന് ഒരു 2 ലിറ്റർ വെള്ളത്തിലിടുന്നത്. പിറ്റേന്ന് ഇത് അരിച്ചെടുത്തിട്ട് 1 ലിറ്ററിന് ഒരു 3-4 ഉള്ളി വേപ്പെണ്ണ ചേർത്തിട്ട് തളിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 1.5 വിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഇലയുടെ അടിവശത്തും ഒക്കെ തളിച്ചു കൊടുക്കുന്നത്. മിക്കവാറും കീടങ്ങൾ ഇലയുടെ അടിവശത്താണ് ഉണ്ടാകുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ കീടശല്യം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളുണ്ടല്ലോ, ഇങ്ങനെ ഒരു കായ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ കവറ് കെട്ടിയിടണം. അപ്പോൾ ഈ കായ്ച്ച ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഇത് നിത്യവഴുതനയാണ്. ഇതിങ്ങനെ ഈ സൈഡിലുള്ള അവിടെ പന്തലിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിത്യവഴുതന പടർത്തിയേക്കുന്നത്. ഇതിനൊക്കെ നല്ല വെയിൽ വേണം. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഉള്ളത് ഇവിടെ പച്ചമുളക് നന്നായിട്ട് ഉണ്ടാകുകയും ചെയ്യും. നിത്യവഴുതന നിങ്ങൾക്ക് ഗ്രോ ബാഗിലും കൃഷി ചെയ്യാം. 1 എണ്ണം നട്ടാൽ മതി. ഇത് ഒത്തിരി നാളത്തേക്ക് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. ഒരു കീടശല്യവും ഇല്ല. നിങ്ങൾ വെറുതെ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് വെറുതെ പൈസയും മുടക്കണ്ട, കടയിലോട്ട് പോവുകയും വേണ്ട. ഇതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പം നമ്മൾ പച്ചക്കറി കഴിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ ഈ പച്ചക്കറി തോട്ടത്തിൽ കൂടി ഇങ്ങനെ ഒന്ന് നടക്കുന്നതാണ് എന്ത് സുഖമാണെന്നറിയാവോ. അപ്പോൾ നമ്മൾ ഇതിനെ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയാണ് കരുതുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ നല്ല മിടുക്കിയെന്ന് നമുക്ക് പറയാൻ തോന്നും. അങ്ങനെയാണ് നമുക്ക് വിളവ് തരുന്നത്. നമുക്ക് തലവേദന വന്ന് കിടക്കുന്നെന്നിരിക്കട്ടെ, മാറുന്നില്ല. നമ്മുടെ കൃഷിത്തോട്ടത്തിലോട്ട് വന്ന് നമ്മുടെ ഈ ചെടികളുടെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് നടന്നാൽ മതി, നമ്മുടെ തലവേദന പമ്പ കിടക്കും. അന്നത്തെ ദിവസം നമുക്കൊന്നും കഴിച്ചില്ലെങ്കിലും നമുക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ കൃഷിയല്ല. ഇത് കപ്പലണ്ടിയത്. അപ്പോൾ കപ്പലണ്ടി നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ നടാൻ പറ്റും. അതുപോലെ തന്നെ 3-4 വിത്ത് ഞാൻ ഇതിനകത്ത് നട്ടു. ഇനി ഇത് തന്നെ ഈ ഇലയൊക്കെ ഉണങ്ങുമ്പോഴാണ് നമുക്കത് വിളവെടുക്കാറായെന്ന് അറിയുന്നത്. വേറൊരു പാത്രം ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ തെർമോക്കോൾ പെട്ടി. വളരെ നല്ലത് ഇത് കൃഷിക്ക്. അപ്പോൾ നമുക്ക് ഒത്തിരി നടാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ഒരു മെച്ചമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടെറസിൽ ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഭംഗിയും കൂടെ. അപ്പോൾ നമുക്ക് പയറിനങ്ങൾ, ഇപ്പം ചതുരപ്പയർ, ഇത് ചതുരപ്പയറാണ് നട്ടിരിക്കുന്നത്. ചതുരപ്പയർ ഒരു 2-3 വർഷം നിൽക്കുന്ന പയർ. നമ്മുടെ സാധാരണ പയറാണെങ്കിൽ 3-4 മാസം മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ ചതുരപ്പയർ പോലുള്ള വലിയ വിളകളൊക്കെ നടാൻ ഇങ്ങനത്തെ പെട്ടി നല്ലത്. എനിക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് ടെറസാണ് ഉള്ളത്. ഈ ടെറസിൽ നിന്നും എനിക്ക് വീട്ടിൽ കഴിക്കാവുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്.